അത് നോക്കൂ, ശരത്, എം സ്വരാജിൻ്റെ ഒരു പ്രധാന പ്രത്യേകതയായി പൊതുവിൽ ആളുകൾ കാണുന്നത് വളരെ വിജ്ഞാനമുള്ള, നല്ല ഭാഷയിൽ സംസാരിക്കുന്ന, എഴുത്ത് ഭാഷയിൽ സംസാരിക്കുന്ന, പ്രസംഗിക്കുന്ന ആളെന്ന രീതിയിലാണ്. ഈ CPM പാർട്ടിക്ക് അല്ലെങ്കിൽ പാർട്ടി രീതികൾക്കൊരു പ്രധാന പ്രത്യേകത, അവരെന്ത് സംഭവിച്ചാലും തന്നെ ന്യായീകരിക്കാൻ കുറച്ച് സൈദ്ധാന്തികരുണ്ടാകും. അങ്ങനത്തെ ഒരു സൈദ്ധാന്തിക ഗണത്തിൽ വരുന്ന ഒരാളാണ് സ്വരാജ്. അതുകൊണ്ടാണ് ഈ സത്യാന്തരകാരം ഇതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കെങ്കിലും പറയാൻ അറിയാമോ എന്ന് ചോദിച്ചാൽ അറിയില്ല. സ്വരാജിനോട് പോയിട്ട് മനസ്സിലായില്ല, ഇതിന്റെ ശരിക്കുള്ള ഒരു അർത്ഥം എന്താണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ സ്വരാജിനല്ല. അപ്പോൾ എഴുതി വെച്ചത് കാണാതെ പഠിക്കുക, പറയുക എന്ന രീതിയിലൊക്കെ ഇവരിപ്പോഴും ഭാഷ ഉപയോഗിക്കാറുണ്ട്. അതൊക്കെ ഓരോരുത്തരുടെ രീതികളാണ്. പക്ഷേ ഈ പൂക്കളുടെ പുസ്തകവുമായി ബന്ധപ്പെട്ടിട്ട് കുറച്ചധികം വിവാദങ്ങൾ കഴിഞ്ഞ് കുറേ നാളുകളായി നിലനിൽക്കുന്നുണ്ട്. ഒന്ന്, ഞാൻ ഈ വിവാദം ആദ്യം കാണുന്നത് കൃഷ്ണകുമാർ എന്ന് പറയുന്ന ഒരാളുടെ ഫേസ്ബുക്ക് പോസ്റ്റിലാണ്. ഈ സത്യാനന്തര കാലമൊക്കെ വലിയ വായിൽ പറയുന്ന പൂക്കളുടെ പുസ്തകത്തെ ഒരു ഗവേഷണ പുസ്തകമായി കണക്കാക്കുന്ന സ്വരാജിന്റെ പുസ്തകത്തിൽ കാളിദാസന്റെ മാളവികാഗ്നി മിത്രത്തിൽ കുറച്ച് ഭാഗങ്ങൾ എടുത്തു കാണിച്ച് ചർച്ച ചെയ്യുന്നുണ്ട്. പക്ഷേ എക്സാക്ട്ലി അത് യാതൊരു സോഴ്സും ഇല്ലാത്ത വിക്കിപീഡിയ പേജിൽ നിന്ന് അതുപോലെ കോപ്പി അടിച്ച് എഴുതി വെച്ചതാണെന്നും മാളവാഗ്നി മിത്രത്തിലെ വരികളല്ല ഇതെന്നും സ്ഥാപിക്കുന്ന തെളിവുകളൊക്കെ കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ച ചെയ്യുന്നു. ശ്രീതോണിക്കന്റെ ചാനൽ ഉൾപ്പെടെ അതുണ്ടായിരുന്നു. VT ബൽറാം അദ്ദേഹം കഴിഞ്ഞ ദിവസം ഇന്നലെ ഒരു പോസ്റ്റ് ഇട്ടിരുന്നു. അതിൽ കൃത്യമായി പറയുന്നുണ്ട്, കേരള സാഹിത്യ അക്കാദമി അവാർഡ് ലഭ്യമാകണമെങ്കിൽ പുസ്തകങ്ങൾ വെച്ച് ഒന്നെങ്കിൽ എഴുത്തുകാരൻ അല്ലെങ്കിൽ അപേക്ഷിക്കണം, പ്രസാധകനൊക്കെ അപേക്ഷിക്കണം. ഈ അവാർഡ് ലഭിച്ചത് ഉടനെ എം സ്വരാജ് പറഞ്ഞിരുന്നൊരു കാര്യം, എല്ലാ തവണത്തെയും പോലെ തന്നെ അവാർഡ് ഞാൻ സ്വീകരിക്കില്ല എന്നൊരു പ്രസ്താവന നടത്തി. അപ്പോൾ അപേക്ഷിക്കാത്തൊരു പുസ്തകത്തിന് എങ്ങനെ അവാർഡ് കിട്ടിയെന്നൊരു ചോദ്യം VT ബൽറാം ചോദിക്കുന്നുണ്ട്. അതിന്റെ കമന്റ് ബോക്സിൽ ഒരുപാട് ആളുകൾ ആർക്ക് വേണമെങ്കിലും അപേക്ഷിക്കാം എന്നൊക്കെ പറഞ്ഞു. പക്ഷേ അതിന്റെ സാങ്കേതികത്വം എനിക്ക് വ്യക്തമായി അറിയില്ല. പക്ഷേ ഇതൊരു എന്താ പറയുക, ഞാനൊരു വലിയ സംഭവമാണ്, എന്നെ ഞാൻ തന്നെ ഗ്ലോറിഫൈ ചെയ്തോളാം എന്ന് പറയുന്ന തരത്തിലാണ് ഈ കാര്യങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം എനിക്കിതിൽ ഏറ്റവും ദുഃഖകരമായ കാര്യം, യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ഒരു പ്രബന്ധം അല്ലെങ്കിൽ ആ ഒരു പുസ്തകത്തിന് അവാർഡ് വിൻ ചെയ്ത സമയത്ത് കഴിഞ്ഞ ദിവസമാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് റാം കെയർ ഓഫ് ആനന്ദിക്ക് അഖിൽ പി ധർമ്മജന് ലഭിക്കുന്നത്. ആ സമയത്ത് വലിയ രീതിയിൽ ഇതിനെ വിമർശിച്ചിരുന്ന സോക്കോൾഡ് സാഹിത്യകാരൻ, ഇതുവരെ അടക്കമുള്ള സാഹിത്യകാരന്മാർ ഇതിനോടൊന്നും മിണ്ടിയിട്ടില്ല. കാരണം എന്താണ്, ഈ സ്വരാജിനെയൊക്കെ പ്രീതിപ്പെടുത്തിയാൽ മാത്രമാണ്, കാര്യം സാംസ്കാരിക കേരളം സ്വരാജിനൊപ്പം എന്ന് പറഞ്ഞ് പോസ്റ്റർ ഇറക്കി എല്ലാവരെയും വണ്ടി പിടിച്ച് അവിടെ കൊണ്ടുവന്ന് നിലമ്പോലിട്ട് പ്രസംഗിപ്പിച്ചിട്ട് പോലും സ്വരാജിന് വോട്ട് കിട്ടിയിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യം നിലനിൽക്കെ ഈ നാട്ടിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെ പ്രീണിപ്പിച്ചാൽ മാത്രമാണ് നിലനിൽക്കാൻ പറ്റുള്ളൂ എന്ന് അറിയാവുന്നതുകൊണ്ടാണ് യാതൊരു ക്രെഡിബിലിറ്റിയും ഇല്ലാത്ത ഈ പുസ്തകത്തിന് അവാർഡ് കിട്ടിയിട്ട് പോലും ഒരക്ഷരമാരും